ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നൽകി സ്റ്റീലിനും അലൂമിനിയത്തിനും 50% താരിഫ് ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനൊരുങ്ങി ഇന്ത്യ. ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾ പ്രകാരം യുഎസിനുമേൽ പകരച്ചുങ്കം ചുമത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ എന്തു നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്ന് വ്യവസായ ലോകവും ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്ക് 50% തീരുവ അമേരിക്ക ചുമത്തിയത്. ഇതിനു പകരമായി തിരഞ്ഞെടുത്ത അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ താരിഫ് നടപടികൾ ഏർപ്പെടുത്തിയേക്കാം. 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യ $620 കോടി സ്റ്റീലും $86 കോടി അലൂമിനിയവുമാണ് യുഎസിലേക്ക് കയറ്റുമതി ചെയ്തത്. ഈ സാഹചര്യത്തിൽ 50% തീരുവ വലിയൊരു ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. സ്റ്റീലിനും അലൂമിനിയത്തിനുമേലുള്ള തീരുവകൾ ലോക വ്യാപാര സംഘടനയിലും ഒരു വ്യാപാര തർക്ക വിഷയമായി എത്തിയിട്ടുണ്ട്. എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 25% തീരുവ ഏർപ്പെടുത്തിയതായി ജൂലൈയിൽ പ്രഖ്യാപിച്ച ട്രംപ് പിന്നീട് റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിൻ്റെ പേരിൽ ഓഗസ്റ്റിൽ വീണ്ടും ഒരു 25% കൂടി ചുമത്തി. ഇതോടെ ഇന്ത്യക്ക് മേലുള്ള തീരുവ 50%-ആയി കുത്തനെ ഉയർന്നു. ഈ രണ്ടു നടപടികൾക്കു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രതികാര നടപടിയായിരിക്കും ഇത്. ലോക വ്യാപാര സംഘടനാ നിയമങ്ങൾ പ്രകാരം സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്കെതിരായ പ്രതികാര നടപടിക്ക് ഇന്ത്യ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആശങ്കകൾ അമേരിക്ക പരിഗണിക്കാനോ ചർച്ചകളുടെ പരിഹരിക്കാൻ പോലുമോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതെന്ന് ഈ മേഖലയിലുള്ള വിദഗ്ധർ പറഞ്ഞു. ട്രംപിന്റെ നടപടികൾ മൂലം യുഎസിലേക്കുള്ള $7.6 ബില്യൺ ഇന്ത്യൻ കയറ്റുമതിക്കാണ് തിരിച്ചടി നേരിടുന്നത്. ഇതിന് ആനുപാതിക നടപടിയെടുക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ലോക വ്യാപാര സംഘടനയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ പകരം തീരുവ ചുമത്തിയില്ലെങ്കിൽ അത് ഇന്ത്യയുടെ ദൗർബല്യമായി പ്രതിപക്ഷ കക്ഷികൾ പ്രചരിപ്പിക്കാനിടയുണ്ട്. അതിനാൽ പകരം തീരുവ ചുമത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര മന്ത്രിസഭ ഉടൻ ചർച്ച ചെയ്തേക്കും. അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകണമെന്ന ആവശ്യം എംപിമാർക്കിടയിൽ ശക്തമായി ഉയരുന്നുണ്ട്. അമേരിക്ക ഇന്ത്യൻ വിപണിയിലേക്ക് $45 ബില്യൺ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാരം 2030 ആകുമ്പോഴേക്കും $500 ബില്യൺ ഉയർത്തുമെന്ന പ്രഖ്യാപനങ്ങൾക്കിടെയാണ് ഈ തിരിച്ചടി. പരസ്പരമുള്ള ഈ താരിഫ് യുദ്ധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകളെയും ദുർബലപ്പെടുത്തുന്ന അവസ്ഥയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.